കൂടുതൽ പലിശ വരുമാനം കിട്ടാൻ സാധ്യതയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ അവസാനം വരെ കേൾക്കണേ. കോർപ്പറേറ്റ് ബോണ്ട്സ്. അപ്പോൾ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഒരു ബോണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണത്. ബോണ്ട് എന്ന് വെച്ചാൽ ഫിക്സഡ് ആയിട്ടുള്ള വരുമാനം കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ഈ ബോണ്ടുകളെ കുറിച്ച് പറയുന്ന സമയത്ത് കുറച്ച് ടേംസ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ബോണ്ടിന്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ അവർ ആദ്യം തന്നെ പറയും 1000 രൂപയുടെ ബോണ്ടാണ് അല്ലെങ്കിൽ 1 ലക്ഷം രൂപയുടെ ബോണ്ടാണ്, അങ്ങനെ തന്നെ പറയും. അതാണ് ആ ബോണ്ടിന്റെ ഫേസ് വാല്യൂ. പിന്നെ കൂപ്പൺ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് 9% ബോണ്ടാണ് അതാണ് കൂപ്പൺ റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ 100 രൂപ ഇൻവെസ്റ്റ്മെന്റിന് 9 രൂപയാണ് നിങ്ങൾക്ക് പലിശയായിട്ട് കിട്ടാൻ പോകുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അതായത് ഈ ഫേസ് വാല്യൂ 1000 രൂപ എന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ നമ്മൾ വാങ്ങാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ ആ ബോണ്ട് 1000 രൂപയ്ക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ഒറിജിനലി ഇഷ്യൂ ചെയ്ത കൂപ്പൺ റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് 9% ആണെന്ന് വിചാരിക്കുക. അതിനുശേഷം നിലവിൽ ഗവൺമെന്റിൻ്റെയോ പല പോളിസികൾ കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയോ കുറയോ ചെയ്യുന്നതിനനുസരിച്ച് ഈ ബോണ്ടിന്റെ വില കൂടിയും കുറഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ എന്താണ് ബോണ്ട് പ്രൈസ്? അപ്പോൾ അതായത് ഇപ്പം സപ്പോസ് ഞാൻ 1000 രൂപയ്ക്കും മേലെ കൊടുത്തിട്ടാണ് ആ ബോണ്ട് ഞാൻ വാങ്ങുന്നതെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്നത് 9% പലിശയെങ്കിൽ ആക്ച്വലി എനിക്ക് 9% ഈൽഡ് ഉണ്ടോ? ഇല്ലല്ലോ, എൻ്റെ ഈൽഡ് കുറവല്ലേ. അതിനാണ് ഈൽഡ് എന്നുള്ള വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് വിലയ്ക്കാണോ വാങ്ങുന്നത് നമ്മൾ കിട്ടുന്ന പലിശയും വെച്ചിട്ട് നമ്മൾ വാങ്ങുന്ന ആ സമയം അനുസരിച്ച് ഈൽഡിൽ മാറ്റം ഉണ്ടായിരിക്കും. പിന്നെ അറിഞ്ഞിരിക്കേണ്ട ടേംസ് ഇതൊക്കെയാണ്. ഇൻട്രസ്റ്റ് പേയ്മെന്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക? മാസം കിട്ടുമോ, ക്വാർട്ടർലി ആണോ, ആനുവൽ ആണോ? അത് പ്രത്യേകിച്ച് ഓരോ ബോണ്ടിനും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ മൾട്ടിപ്പിൾസ്, അതായത് 1 ലക്ഷം രൂപയുടെ ബോണ്ട് ആണെങ്കിൽ മിനിമം 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം അത് നേരത്തെ തന്നെ അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് നമ്മൾ എങ്ങനെയാണ് തീരുമാനിക്കുക? അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്രെഡിറ്റ് റേറ്റിംഗ്. അതായത് ഈ പറയുന്ന കമ്പനി ഇങ്ങനെ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്താൽ അവരുടെ ക്രെഡിബിലിറ്റി എന്താണ്, നമ്മളുടെ മുതൽ അതായത് പ്രിൻസിപ്പൾ ഒരു കാരണവശാലും നമുക്ക് നഷ്ടപ്പെടാത്ത രീതിയിലും നമ്മുടെ ഇൻട്രസ്റ്റ് കറക്റ്റായിട്ട് അവർ തരും എന്നുള്ളതിന് എന്താണ് റേറ്റിംഗ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ AAA, AA, BBB, BBB ഇങ്ങനെയാണ് റേറ്റിംഗ് പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്രത്യേകം ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ബോണ്ടിന് മെച്യൂരിറ്റി ഉണ്ട്. ആ മെച്യൂരിറ്റി ഡേറ്റ് വരെ നമ്മൾ ഹോൾഡ് ചെയ്യാൻ തയ്യാറായിരിക്കണം. അല്ല അതിനു മുമ്പ് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റും, പക്ഷെ പെട്ടെന്ന് ചിലപ്പോൾ എക്സിറ്റ് ചെയ്യാൻ ഓപ്ഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.